നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാർച്ച് മാസം വരികയാണ്. ചില നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇത് ത്രികോണ രാജയോഗത്തിൻ്റെ സമയമാണ്. എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്ന സമയം. ചിലരെയൊക്കെ വളരെ പെട്ടെന്ന് ചില കോടീശ്വര യോഗത്തിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട് ഗോചരഫലങ്ങൾ. ഇവിടെ ഈ നക്ഷത്ര ജാതകർക്ക് ഗോചരഫലങ്ങൾ അനുകൂലമാകുകയും ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ സങ്കടങ്ങളും അവസാനിച്ച് നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയത്തിലേക്ക് എത്തുകയാണ്. നടക്കില്ല എന്ന് കരുതിയ ചില കാര്യങ്ങൾ ഇവർക്ക് നടന്നു കിട്ടുകയും തടസ്സമില്ലാതെ പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുന്ന സമയം കൂടിയാണ് ഈ നക്ഷത്ര ജാതകർക്ക്. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും രാജയോഗത്തിലേക്കും ഈ നക്ഷത്ര ജാതകർ എത്തുകയാണ്. വലിയ ധനയോഗം ഇവർക്ക് കാണുന്നുണ്ട്. ചില നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നിമിഷ നേരം കൊണ്ടാണ്. ചിലർക്ക് ലോട്ടറിയുടെ രൂപത്തിലാകാം, അതല്ലെങ്കിൽ ഒരു തൊഴിൽ ലഭിക്കുന്നതിലൂടെയാകാം, അതുമല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങണം എന്ന് മനസ്സിൽ ചിന്തിക്കുന്നത് ഈ നല്ല കാലത്താവാം. ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാര്യം ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ്. പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഒഴിഞ്ഞ് ഈ നക്ഷത്ര ജാതകരുടെ നല്ല കാലം ആരംഭിക്കാൻ പോവുകയാണ്. ആഗ്രഹിച്ച ധനം, ഇഷ്ടകാര്യസാധ്യം, വാഹനങ്ങൾ വാങ്ങുവാൻ സാധിക്കുക, ഇഷ്ട വസ്തുക്കൾ സ്വന്തമാക്കാൻ സാധിക്കുക, അങ്ങനെ രാജയോഗ തുല്യമായ ജീവിതം നയിക്കുവാനുള്ളൊരു ഭാഗ്യം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുകയാണ്. ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് സാധ്യമാകും. കഷ്ടതകളൊക്കെ മാറിക്കിട്ടും. ആഞ്ജനേയനെ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്ന മന്ത്രം ഒരു 3 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചൊല്ലുക. വായുകുമാര ആഞ്ജനേയ നമഃ, വായുകുമാര ആഞ്ജനേയ നമഃ, വായുകുമാര ആഞ്ജനേയ നമഃ. ഈ ഒരു മന്ത്രം ചൊല്ലുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും ഒഴിഞ്ഞു കിട്ടും. അതുപോലെ തന്നെ ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രവും ചൊല്ലുക. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും ഒഴിഞ്ഞ് രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും. കുബേര സമ്പത്ത് വന്നു ചേരും. ഈ നക്ഷത്ര ജാതകർക്ക് കുബേരന് തുല്യമായി ജീവിക്കാനുള്ളൊരു യോഗം ഇവർക്ക് വന്നു ചേരും. ഈ പറയുന്ന നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. 2026 മാർച്ച് മാസം ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സുന്ദരമായ ദിനങ്ങളാണ് ഇനി ആരംഭിക്കുക. ആ നക്ഷത്ര ജാതകരിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ തന്നെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആദ്യത്തെ 3 നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് മകയിരവും തിരുവാതിരയും പുണർത്തവുമാണ്. ഇവർക്ക് രാജയോഗം തന്നെ ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്ന സമയം, ധാരാളം ധനം വന്നു ചേരുന്ന സമയം, ഒരു വീട് വയ്ക്കാൻ ഭാഗ്യം വന്നു ചേരുന്ന സമയം, വലിയൊരു വാഹനം വാങ്ങുവാനുള്ള സമയം,
ചുരുക്കി പറഞ്ഞാൽ ഒരു VIP പോലെ കഴിയുവാനുള്ള യോഗം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നു. ഈ സമയത്തായിരിക്കും ഇവർക്കൊരു ബിസിനസ്സൊക്കെ ആരംഭിക്കണമെന്ന ആഗ്രഹം മനസ്സിലുണ്ടാകുക. അത് നടന്നു കിട്ടും. അവിവാഹിതർക്ക് നല്ല വിവാഹാലോചനകൾ വന്നു ചേരുന്ന സമയം. ധനപ്പെരുമഴ ഇവർക്ക് പെയ്യും. ഞാനീ പറഞ്ഞ നക്ഷത്ര ജാതകർക്ക് മകയിരത്തിനും തിരുവാതിരയ്ക്കും പുണർദത്തിനും ധനപ്പെരുമഴ പെയ്യും. സങ്കടങ്ങളൊക്കെ അവസാനിച്ച് കിട്ടും. ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ഒക്കെ അവസാനിച്ച് മകയിരത്തിനും തിരുവാതിരയ്ക്കും പുണർദത്തിനും രക്ഷപ്പെടാൻ സാധിക്കുന്നു. നിങ്ങളൊരു പകയിരം നക്ഷത്രമാണ് എങ്കിൽ, അല്ലെങ്കിൽ തിരുവാതിര പുണർദം ഇവയിൽ ഏതെങ്കിലും ഒരു നക്ഷത്രക്കാർ ആണ് എങ്കിൽ ഓം നമഃശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. അടുത്തത് കന്നിരാശിക്കാരാണ്. ഉത്രവും അത്തവും ചിത്തിരയും അടങ്ങിയ കന്നിരാശിക്കാർക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയമാണ്. ഇവരുടെ ധനവരവ് വർദ്ധിക്കും. ഇഷ്ടകാര്യസാധ്യം. ഒരു കാറൊക്കെ വാങ്ങാനുള്ള യോഗം വന്നു ചേരും. അതുപോലെ തന്നെ ഇഷ്ടവസ്തു സ്വന്തമാക്കും. രാജയോഗ തുല്യമാണ്. പുത്തൻ അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും. നടക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും ഇവർക്ക് നടന്നു കിട്ടും. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. ബന്ധുക്കൾ ശത്രുക്കൾ ആകാതെ സൂക്ഷിക്കണം. ജീവിതത്തിലെ ആ നല്ല കാലം വരാൻ പോവുകയാണ്. വഴിപാടുകൾ മറക്കരുത്. ഓം നമഃശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. അടുത്ത നക്ഷത്ര ജാതകർ എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന, ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകർ ഇവരാണ്. മൂലവും പൂരാടവും ഉത്രാടവും. രാജയോഗമാണ്. ഇത് ധനുരാശിക്കാരുടെ ഏറ്റവും വലിയ ഭാഗ്യത്തിൻ്റെ സമയമാണ്. വിദേശത്ത് പോകാൻ സാധിക്കും. ഒരുപക്ഷേ ബ്രിട്ടനാകാം, അല്ലെങ്കിൽ അമേരിക്കയാകാം. ഷെയർ മാർക്കറ്റിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിൽ നിന്നോ ലാഭം കിട്ടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ജ്യോതിഷത്തിൽ ബുധൻ ബുദ്ധിയുടെയും യുക്തിയുടെയും സൗഹൃദത്തിൻ്റെയും സംസാരത്തിൻ്റെയും ഘടകമാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ബുധൻ അനുകൂലമാകുമ്പോൾ അവരുടെ ബിസിനസ് വർദ്ധിക്കുന്നു, ജീവിത നിലവാരം മാറുന്നു, വലിയ രീതിയിൽ എത്തുന്നു. ഇവിടെ ഞാനീ പറഞ്ഞ മകയിരത്തിനും തിരുവാതിരയ്ക്കും പുണർദത്തിനും ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും മൂലത്തിനും പൂരാടത്തിനും ഉത്രാടത്തിനും ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന സമയം. ദുഃഖ ദുരിതങ്ങളൊഴിഞ്ഞ് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം. രക്ഷപ്പെട്ടിരിക്കും, ഉറപ്പാണ്. ഇത് കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. നിങ്ങൾ ഈ നക്ഷത്ര ജാതകരാണ് എങ്കിൽ തീർച്ചയായും ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ ജീവിതം മാറാൻ പോവുകയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഓം നമഃശിവായ എന്നൊന്നും കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുതേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.